അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇതുപോലെ ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി. ഇത് പോൺസിൻ്റെ ഫേസ് സ്ക്രബാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് സമയത്തിൻ്റെ അല്ല, മെയിനായിട്ട് ഈ ബോഡി വീക്കാണ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ല. ഫേസ് ആണെങ്കിൽ ഡള്ളായിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയണില്ല. അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും വാങ്ങിച്ച് വെക്കാറ്. പിന്നെ അതുമല്ല, നമുക്ക് ഫംഗ്ഷന് മാത്രമല്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ നമുക്ക് ഫേസിന് സ്ക്രബ് ചെയ്യാനും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് പോൺസിൻ്റെ ഫേസ് സ്ക്രബാണ്. ഒരു വളരെ കുറച്ച് ആവശ്യം വരുള്ളൂ. അത് സ്ക്രബ് ചെയ്ത് വരുമ്പോൾ നമുക്കൊന്ന് ഉണങ്ങി വരുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്നും കൂടി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയമായിട്ട് വരുത്താനും പാടില്ലല്ലോ. ഫേസ് സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് ഫേസിൽ ഒരുപാടിട്ട് വരുത്താൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ ഒരുപാട് സമയം വെക്കൊന്നും വേണ്ട. നമുക്കത് ഒരു കോട്ടൺ കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ തുടച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഞാനതൊക്കെ കഴുകിയെടുത്തിട്ട് പിന്നെ ഇതാണ് മെയിൻ സാധനം. ഇത് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഓട്സ്, ചന്ദനപ്പൊടി, പിന്നെ കടലമാവും കുറച്ച് കോഫി പൗഡറും ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഓട്സ് നല്ല ഫൈനായി പൊടിച്ചു. ചന്ദനപ്പൊടി മാത്രം പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ കടലമാവ് വീട്ടിലുള്ള തന്നെ, കോഫി പൗഡറും അതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇല്ലാതിരിക്കില്ലല്ലോ. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണതാണ്. ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ കടന്ന് ടെൻഷൻ അടിക്കണ്ട. അതും ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഫേസ് പാക്ക് ഇടാൻ ആവശ്യം വരുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് അതിൽ നിന്ന് 1 സ്പൂണ് ഇതുപോലെ എടുത്താൽ മതി. എന്നിട്ട് പാലിലോ തൈരിലോ ഇതുപോലെ മിക്സ് ചെയ്യാം. തൈരിലാണെങ്കിലും കുഴപ്പമില്ല, പാലിൽ മിക്സ് ചെയ്താൽ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ് പാല്. തൈരും ചർമ്മത്തിലെ മൃദുകോശങ്ങളെ നീക്കം ചെയ്യാനൊക്കെ തൈര് ഒരുപാട് ഹെൽപ്പാണ്. തേൻ വേണമെങ്കിൽ 1 സ്പൂണ് തേൻ ആഡ് ചെയ്യാം. തേൻ ആഡ് ചെയ്താൽ സ്കിന്നിന് നല്ല തിളക്കവും ഷൈനിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അധികം തേൻ ആഡ് ചെയ്യാറില്ല. എനിക്ക് തേൻ ആഡ് ചെയ്ത് എപ്പോഴും ചേരാറില്ല, സ്കിന്നിൽ ചൊറിച്ചിൽ വരും. അതുകൊണ്ടാണ് ഞാൻ ഏത് ഫേസ് പാക്ക് തേൻ ആഡ് ചെയ്യുന്നത് കൂടി അങ്ങനെയുള്ള ഫേസ് പാക്കിലും കൂടി ഞാൻ തേൻ ആഡ് ചെയ്യാറില്ല. പിന്നെ കടലമാവ് നമ്മുടെ സ്കിന്നിലെ അഴുക്കുകളൊക്കെ വലിച്ച് നീക്കം ചെയ്യുന്ന ഒരു ഇതാണ്, അതെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഓട്സും സ്കിന്നിൽ ഈർപ്പം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ചന്ദനപ്പൊടി സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും തിളക്കമുള്ളതാക്കാനും ചന്ദനപ്പൊടി ഹെൽപ്പ് ചെയ്യും. എല്ലാം സ്കിന്നിന് നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫേസ് പാക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എളുപ്പം അതിൽ നിന്ന് 1 സ്പൂൺ അളവിലെടുത്തിട്ട് പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. മുമ്പ് ഞാൻ ഓൺലൈനിൽ റോസ് പീൽ പൗഡർ, ഓറഞ്ച് പീൽ പൗഡർ, നീം അങ്ങനെ കുറേ ചന്ദനപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ബോട്ടിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഫംഗ്ഷനും മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഇത് ഒരു പാർശ്വഫലവും ഇല്ലാത്ത അടിപൊളി സാധനമാണ്. അപ്പോൾ ഒരു കെമിക്കലും ഒന്നുമില്ലാതെ നമുക്കിതുപോലെ എനിക്കെപ്പോഴും വീട്ടിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. പാർലറിൽ പോയി ചെയ്യണം. ഞാൻ പാർലറിൽ പോവുകയില്ല. അത്രയും അത്യാവശ്യം വന്നാൽ മാത്രം ഞാൻ പാർലറിൽ പോവുള്ളൂ. അപ്പോൾ കൊല്ലക്കണക്കായി ഞാൻ പാർലറിൽ പോയിട്ട്. പിന്നെ അതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൂടെ അറിയിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തോന്നിയാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.